അസിസ്റ്റൻസ് ഉണ്ടാവും. എൻട്രിയുടെ അസിസ്റ്റൻസ് ഇവിടെ പ്രത്യേകം പരാമർശിക്കുന്നു, പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഭൂമിയിലിരുന്ന് വിമാനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു അടിപൊളി ജോലി. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ എയർ ട്രാഫിക് കൺട്രോളർ ജൂനിയർ എക്സിക്യൂട്ടീവ്. ഉയരെ സിനിമയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിമാനത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ വിമാനത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു കൺട്രോൾ റൂം കാണിക്കുന്നുണ്ട്. ടൊവിനോ തോമസ് ഒക്കെ നിൽക്കുന്ന ഒരു കൺട്രോൾ റൂം. ആ കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ഹെഡ്സെറ്റ് ഒക്കെ ചെവിയിൽ വെച്ച് വിമാനത്തിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ജൂനിയർ എക്സിക്യൂട്ടീവ്സ് ആ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉടനെ തന്നെ പുറത്തുവിടും. ഹൈ പ്രൊഫഷണൽ, ഹൈലി പെയ്ഡ്, ഹൈ റെപ്യൂട്ടഡ് ജോബാണ്. അടിപൊളി ഒരു ജോലിയാണ്. ഒരുപാട് പേർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ജോബാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ്, എന്താണ് ഇതിന്റെ സാലറി സ്കെയിൽ, എങ്ങനെയാണ് ഇതിന്റെ എക്സാം, എങ്ങനെയാണ് ഇതിന്റെ സിലബസ് പാറ്റേൺ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ പരിശോധിക്കാം. ആസ് ഐ വാസ് മെൻഷനിങ്, ദിസ് ഈസ് എ ഡ്രീം കരിയർ. ഏവിയേഷൻ, സുരക്ഷിതമായ ഏവിയേഷന് നല്ല അടിപൊളി ഒരു എയർ ട്രാഫിക് കൺട്രോൾ ഉണ്ടായേ പറ്റൂ. അപ്പോൾ വളരെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയൺമെന്റ്, ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൊഫഷണൽ ട്രെയിനിങ് ലഭിക്കുന്ന ഒരു ജോലി, വളരെ പെട്ടെന്ന് തന്നെ തുടർച്ചയായി മുകളിലേക്ക് പടിപടിയായിട്ട് ഉയർന്നു പോകാൻ പറ്റുന്ന ഒരു കരിയർ. ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോളർ ഇൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആർക്കൊക്കെയാണ്, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പ് 2026 നമ്മൾ പ്രതീക്ഷിക്കുന്ന വേക്കൻസികൾ എന്ന് പറയുന്നത് 1200 അധികമാണ്. 1200+ എക്സ്പെക്റ്റഡ് വേക്കൻസീസ്. അപ്പൊ ഈ ഒരു വേക്കൻസി ഓൾ ഇന്ത്യ തലത്തിലാണ്. നമുക്ക് ഇപ്പോൾ തന്നെ ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മാത്രമാണ് ഈ ഒരു ജോബിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തു നിൽക്കുന്ന ചില ഉദ്യോഗാർത്ഥികളുണ്ട് പല പരീക്ഷകൾക്കും. എന്നാൽ ആ അറിയിപ്പ് വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കാത്തു നിൽക്കും. പക്ഷെ അറിയിപ്പ് ഇച്ചിരി വൈകിക്കഴിഞ്ഞാൽ എക്സാം വളരെ പെട്ടെന്ന് വരും. ഇതിനിടയിൽ പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും. 1200 വേക്കൻസികൾ പ്രതീക്ഷിക്കുന്ന ഈ ജോബിൽ നമ്മൾ ആദ്യത്തെ 100ലോ ആദ്യത്തെ 50ലോ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ നേരത്തെ തന്നെ തുടങ്ങേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്, ലെറ്റ് മീ കം ടു ദി റിക്രൂട്ട്മെന്റ് സൈക്കിൾ. ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ 2026 ഫസ്റ്റ് ക്വാർട്ടറിൽ, അതായത് ഈ മാർച്ച് മാസം അവസാനത്തോടു കൂടി തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വാർട്ടറിൽ ഓൺലൈൻ എക്സാം നടക്കും. പ്രധാനപ്പെട്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ ഓൺലൈൻ എക്സാം ആണ്. സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏപ്രിൽ, മെയ്, ജൂൺ പീരീഡിൽ തന്നെ നമുക്ക് എക്സാം നടക്കും. അപ്പോൾ പ്രിപ്പറേഷനുള്ള സമയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതിനുശേഷം ഈ ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്കായിട്ട് വോയിസ് ടെസ്റ്റും സൈക്കോളജിക്കൽ ടെസ്റ്റും ഒക്കെ ഉണ്ട്. അത് തേർഡ് ക്വാർട്ടറിൽ 2026 പ്രതീക്ഷിക്കാം. അവസാനത്തെ ക്വാർട്ടറിൽ, ഈ വർഷം അവസാനത്തോടു കൂടിയായിട്ട് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. ഈ ഒരു ടൈം ലൈനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ ടൈം ലൈൻ ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും നമ്മൾ പരീക്ഷ എന്നാണെങ്കിൽ വരട്ടെ, പരീക്ഷയുടെ നോട്ടിഫിക്കേഷനോ പരീക്ഷ നടക്കുന്ന ഡേറ്റോ ഒക്കെ പിന്നീട് വരട്ടെ, നമ്മൾ നമ്മുടെ ഭാഗം കൃത്യമായിട്ട് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമ്മുടെ പകുതി നമ്മൾ ചെയ്യുക, ബാക്കി നമുക്ക് നമ്മുടെ പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജിയും പ്രിപ്പറേഷന്റെ രീതിയും ഒക്കെ അനുസരിച്ച് ബാക്കി നമുക്ക് വഴിയെ കാണാം. അവിടെയാണ് ആ ബാക്കി പകുതി. ആ ബാക്കി പകുതിയിലാണ് എൻട്രി നിങ്ങൾക്ക് മുന്നിൽ ഈ ATC എക്സാമിന് മുന്നോടിയായിട്ട്, ATC എക്സാമിനുള്ള പ്രിപ്പറേഷനായിട്ട് ഒരു വളരെ വാല്യൂബിൾ ആയിട്ടുള്ള, വളരെ ലീഡിംഗ് ആയിട്ടുള്ള കോഴ്സ് അവതരിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ ആണ് അടുത്തതായിട്ട് അറിയേണ്ടത്. ആർക്കൊക്കെ അപേക്ഷിക്കാം ATC എക്സാമിന്? ATC ജൂനിയർ എക്സിക്യൂട്ടീവ് എക്സാമിന് ഫിസിക്സ്, മാത്തമാറ്റിക്സ്, BSc ഡിഗ്രി ഉള്ളവർക്ക്, BSc ബാച്ചലർ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. 3 ഇയർ ഡിഗ്രി ആയിരിക്കണം. ആൻഡ് അനദർ ഇമ്പോർട്ടന്റ് തിങ് ഈസ് ഓൾ എഞ്ചിനീയേഴ്സ് ക്യാൻ അപ്ലൈ. ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, അത് ബാച്ചലർ ഓഫ് ടെക്നോളജി ആവട്ടെ, ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് ആവട്ടെ, ദർ ഇസ് എ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എനി ഡിസിപ്ലിൻ. ഫിസിക്സ് ആൻഡ് മാത്സ് ഉണ്ടായിരിക്കണം. എഞ്ചിനീയറിംഗിലെല്ലാം ഫിസിക്സ് ആൻഡ് മാത്സ് ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെയുള്ളവർക്കെല്ലാം അപേക്ഷിക്കാം. അപ്പോ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം എഞ്ചിനീയേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, എത്രമാത്രം എഞ്ചിനീയേഴ്സ് പഠിച്ചിറങ്ങുന്നുണ്ട് വർഷാവർഷം. എഞ്ചിനീയേഴ്സിന് അപേക്ഷിക്കാം. അലോങ് വിത്ത് ദാറ്റ് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ ഫിസിക്സും മാത്തമാറ്റിക്സും അടങ്ങുന്ന BSc ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാരണം നമുക്ക് ഈ ഫിസിക്സ് ആൻഡ് മാത്സ് എന്ന് എടുത്തെടുത്ത് പറയാൻ കാര്യം, ഇതിന്റെ സിലബസിൽ വെയിറ്റേജ്
സിലബസിൽ വളരെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിട്ട് വരുന്നത് ഫിസിക്സ് ആൻഡ് മാത്സ് ആണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് പോകാനുണ്ട്. ദർ ഇസ് ആൻ ഏജ് ലിമിറ്റ് ടു അപ്ലൈ. 27 വയസ്സാണ്. 27 വയസ്സാണ് ഒരുവിധം നമ്മൾക്ക് മനസ്സിലാവുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ജോബുകൾ, ഇത്തരത്തിലുള്ള SSB റിക്രൂട്ട്മെന്റുകൾക്കൊക്കെ വരുന്ന 27-28 വയസ്സ് എന്ന് പറയുന്ന ആ ഒരു സൈക്കിളിൽ തന്നെയാണ് ഈ ഒരു ജോബ് എലിജിബിലിറ്റിയും കിടക്കുന്നത്. 27 വയസ്സാണ് ജനറൽ കാറ്റഗറിക്കുള്ള ഏജ് ലിമിറ്റ്. SC ST OBC കാറ്റഗറികൾക്ക് നിയമവിധേയമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിലുള്ള പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവിടെ ഡിസൈഡ് ആണ്. ഇംഗ്ലീഷ് റിട്ടൺ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ്, നിങ്ങളുടെ ഈ ഒരു സൈക്കോളജിക്കൽ ആൻഡ് വോയിസ് ടെസ്റ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഇംഗ്ലീഷിലുള്ള പ്രൊഫിഷ്യൻസി ചെക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് ഇംഗ്ലീഷിലുള്ള പ്രൊഫിഷ്യൻസി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ്, അൺമാച്ച്ഡ് പേ ആൻഡ് ബെനിഫിറ്റ്സ്. സ്റ്റാർട്ടിംഗ് പേ സ്കെയിൽ 40,000 ആണ്. സ്റ്റാർട്ടിംഗ് പേ സ്കെയിൽ 40,000 ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് അല്ല 40,000. അതിന് മുകളിലേക്ക് ഒരുപാട് അലവൻസസ്, സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരുപാട് അലവൻസസ്, ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ ബെനിഫിറ്റ്സ്, HRA, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ സുരക്ഷിതമാക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ജോലി. പണ്ടൊക്കെ റെയിൽവേയിലൊക്കെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റിൽഡ് ആണെന്ന് പറയും. അതേപോലെയോ അതിന് മുകളിലോ നിൽക്കുന്ന ഒരു അടിപൊളി സെറ്റിൽഡ് ആവാൻ പറ്റുന്ന ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് എയർപോർട്ട് അതോറിറ്റിയിലെ ജോലി എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെയും നിങ്ങളുടെ ഫാമിലിയുടെയും എല്ലാ കാര്യങ്ങളും, ഇൻക്ലൂഡിങ് മെഡിക്കൽ ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആനുവലി ഒരു 13 lakh അറൗണ്ട് കിട്ടാൻ പറ്റുന്ന രീതിയിൽ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലിയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. ആനുവൽ ഇൻക്രിമെന്റ്സ്, വർഷാവർഷം ഉണ്ടാവുന്ന പേ സ്കെയിലിലെ ഇൻക്രിമെന്റ്സ് ഉണ്ടാവും. ഇഷ്ടം പോലെ അലവൻസസ്, DA, TA തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എയർ ട്രാഫിക് കൺട്രോളർ ജൂനിയർ എക്സിക്യൂട്ടീവ്. ഇനി എങ്ങനെയാണ് പരീക്ഷ? ഇവിടെ ഞാൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുവാണ്. There is no negative mark. There is no negative mark at all. പരീക്ഷ എഴുതുന്ന സമയത്ത്, പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എക്സാംസ് എഴുതുന്ന സമയത്ത് എല്ലാവരും ടെൻഷൻ അടിക്കുന്ന ഒരു ഏരിയയാണ്. നെഗറ്റീവ് മാർക്ക് വരും അല്ലെ? എത്ര പരീക്ഷകൾ എഴുതിയിരിക്കുന്നു നമ്മൾ. പരീക്ഷകളിൽ നമുക്ക് ആൻസർ ചെയ്ത ശരിയുത്തരങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റിലും ചിലപ്പോൾ ഫസ്റ്റ് റാങ്ക് ഒക്കെ വരും. പക്ഷേ നമ്മൾ തെറ്റിച്ച ഉത്തരങ്ങളിൽ നിന്ന് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് കൊണ്ട് 1/3 or 1/4 ഓഫ് ദി റോങ് ആൻസർ നമുക്ക് നെഗറ്റീവ് മാർക്ക് വരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് പുറകിൽ പോകും, ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ എത്തുക പോലും ഇല്ല. അപ്പൊ ആ നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പൊ നിങ്ങൾ തെറ്റിച്ചോളൂ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിയാലും പ്രശ്നമില്ല, നിങ്ങൾ ശരിയാക്കിയതിനെ മാത്രമേ കൺസിഡർ ചെയ്യുകയുള്ളൂ. 120 മിനിറ്റ്, 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷ, 120 ക്വസ്റ്റ്യൻസ്, 2 പാർട്ടായിട്ട് 120 ക്വസ്റ്റ്യൻസ്, 60+60. ഈ 60+60 എന്ന് പറയുമ്പോൾ രണ്ടിനും ഒരേ വെയിറ്റേജ് ആണ്. 50-50 വെയിറ്റേജ് ഉള്ള നോൺ ടെക്നിക്കൽ ആൻഡ് ടെക്നിക്കൽ, ഇങ്ങനെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 60+60 പാർട്ട് A ആൻഡ് പാർട്ട് B. അങ്ങനെ 60 120 ചോദ്യങ്ങൾ, 2 മണിക്കൂർ സമയം. അടിപൊളി സിലബസ് ആണ്, രസകരമായിട്ടുള്ള സിലബസ് ആണ്, നമുക്കൊക്കെ അറിയാവുന്ന സിലബസ് ആണ്. ആ സിലബസ് നമുക്കിനി ഒന്ന് വിശദമായിട്ട് നോക്കണം. കമ്മിങ് ടു ദ സിലബസ്, പാർട്ട് A നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ 60 മാർക്ക്. ആദ്യത്തെ 60 മാർക്ക് 4 ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നിന്ന്, റീസണിങ്ങിൽ നിന്ന്, ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന്, ജനറൽ നോളജിൽ നിന്ന്, ഇങ്ങനെ 4 കാറ്റഗറിയിൽ നിന്നാണ് ഫസ്റ്റ് പാർട്ട് A നോൺ ടെക്നിക്കൽ പേപ്പേഴ്സ്. ഇതിൽ നിന്നാണ് 60 മാർക്ക്. ഇവിടെയും നമുക്ക് മാർക്ക് ഡിവിഷൻ ഉണ്ട്, ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് വൊക്കാബുലറി, ഗ്രാമർ ആൻഡ് കോംപ്രിഹെൻഷൻ 20 മാർക്കാണ് ഇംഗ്ലീഷിൽ നിന്ന്. റീസണിങ്ങിൽ നിന്ന് നമുക്ക് 15 മാർക്ക് ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അവിടെ നിന്ന് നമുക്കൊരു 15 മാർക്ക് ഉണ്ട്. പിന്നെ ഒരു 10 മാർക്ക് ജനറൽ നോളജിൽ നിന്നുണ്ട്. ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ്, ഇവിടെ ഒരു 10 മാർക്ക് ഉണ്ട്. ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു വാസ്റ്റ് ഏരിയയാണ്. അതിൽ കറന്റ് അഫയേഴ്സിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു 5 മാർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരു വർഷത്തെ കറന്റ് അഫയേഴ്സ് മാത്രം നോക്കിയാൽ നമുക്ക് അവിടെ നിന്ന് ഒരു പകുതിയെങ്കിലും നിർബന്ധമായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഇംഗ്ലീഷ് 20, റീസണിംഗ് 15, ആപ്റ്റിറ്റ്യൂഡ് 15, ജനറൽ നോളജ് 10, അങ്ങനെ ഒരു 60 മാർക്കാണ് പാർട്ട് A നോൺ ടെക്നിക്കൽ പേപ്പറിൽ നിന്നെങ്കിൽ നമുക്ക് പാർട്ട് B ടെക്നിക്കൽ ഫിസിക്സും മാത്സും എന്ന് പറയുമ്പോൾ
ഫിസിക്സിൽ നിന്ന് 30 മാർക്ക്, മാത്സിൽ നിന്ന് 30 മാർക്ക്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഫിസിക്സും മാത്സും കൂടുതലും വരുന്നത് NCERT സിലബസിൽ നിന്നാണ്. NCERT +1+2 ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ്. NCERT +1+2 ഫിസിക്സിലാണെങ്കിൽ മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, ഒപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ മോഡേൺ ഫിസിക്സിനകത്ത് പ്രധാനമായിട്ടും ന്യൂക്ലിയർ ഫിസിക്സ്, അറ്റോമിക് ഫിസിക്സ് ഒക്കെയാണ് വരുന്നത്. ആ ഒരു ഏരിയ NCERTയുടെ ഫിസിക്സ് പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് സിലബസ് കംപ്ലീറ്റ് ആണ്. BSc ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ, നേരത്തെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിൽ നിന്നാണ് BSc ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. NCERT ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. സോ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് എൻട്രി ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗോയിങ് ത്രൂ ഓൾ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആ സിലബസിനെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്താണ് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. മാത്സിലേക്ക് നോക്കുകയാണെങ്കിൽ മാത്സിൽ കാൽക്കുലസ്, ആൽജിബ്ര, പ്രോബബിലിറ്റി, വെക്ടേഴ്സ് NCERT സിലബസ് തന്നെയാണ്. അത് 10+2 സിലബസ് തന്നെയാണ്. അങ്ങനെ ഫിസിക്സിൽ നിന്നും മാത്സിൽ നിന്നും 30 ഫിസിക്സും മാത്സും ഒരേപോലെയാണ്. നമ്മൾ രണ്ടിലും ഫിസിക്സിൽ മാത്സ് ഒരുപാടടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങളുടെ പ്രൊഫിഷ്യൻസി, നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഫിസിക്സും മാത്സും ആണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഈ ഒരു 60 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ഈ ഒരു 60 മാർക്ക്, ഇതിൽ നമ്മൾ ഒരു 50 മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ പഠിച്ചാൽ പോലും അടിപൊളിയായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക. വൺസ് അഗെയിൻ പാർട്ട് A, ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ് ആൻഡ് ജനറൽ നോളജ്. ഇവിടെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ അബിലിറ്റി എന്ന് പറയുന്നത് മാത്സ് തന്നെയാണ്. ഈ ഏരിയയിൽ നിന്ന് ഒരു 60 മാർക്കും, പിന്നെ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ഇവിടെ നമുക്ക് വരുന്ന ആപ്റ്റിറ്റ്യൂഡ്, ന്യൂമറിക്കൽ അബിലിറ്റി എന്ന് പറയുന്നത് ഡീപ്പ് ആയിട്ടുള്ള മാത്സ് അല്ല, സാധാരണ PSCക്ക് വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് NCERT +1+2 നിന്നുള്ള മാത്തമാറ്റിക്സ്. സോ വി ഹാവ് 30+30 ഇൻ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ സിലബസ്, പാർട്ട് B ഓഫ് ദ സിലബസ്. അങ്ങനെ 60 120 മാർക്കാണ് സിലബസ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. 4 സ്റ്റേജസ് ആയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത 3 മാസത്തിനകത്തായിട്ട് നമ്മൾ ഓൺലൈൻ CBT ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ ഓൺലൈൻ ടെസ്റ്റ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നടക്കുന്നത്. ഒബ്ജക്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഓപ്ഷൻസ് ഉണ്ടാവും. പ്രത്യേകം ഓർക്കുക, നോ നെഗറ്റീവ് മാർക്ക്. ഇതാണ് ഇവിടെ ഹൈലൈറ്റിംഗ്. പലപ്പോഴും പല പരീക്ഷകൾക്കും നമ്മൾ പേടിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് നടത്തുന്ന സമയത്ത്, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത് അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കറക്റ്റ് ആൻസേഴ്സ്, ശരിയായിട്ട് എഴുതിയ ആൻസേഴ്സ് ഒക്കെ ഒരുപാടുണ്ടാവും. പക്ഷേ നെഗറ്റീവ് മാർക്ക് അടിച്ചിട്ട് നമ്മൾ പുറകോട്ട് പോകും. ഇവിടെ ആ പ്രശ്നമില്ല, ദർ ഇസ് നോ നെഗറ്റീവ് മാർക്ക്. അപ്പൊ CBT നമുക്ക് സുഖമായിട്ട് പാസ്സാവാൻ പറ്റും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ. അത് കഴിഞ്ഞ് 2-3 സ്റ്റേജുകൾ എന്നൊക്കെ പറയുന്നത് വോയിസ് ടെസ്റ്റ്, സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് കടന്നു പോവാവുന്നതേ ഉള്ളൂ. എൻട്രിയെ സംബന്ധിച്ച് CBT കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ ഉദ്യോഗാർത്ഥികളെ നമ്മൾ ഫ്രീ ആക്കി വിടുകയല്ല ചെയ്യുന്നത്. അടുത്ത 2 ലെവൽ, അടുത്ത 3 ലെവലിലേക്കുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും ട്രെയിനിങ്ങും ഒക്കെ എൻട്രിയിൽ നിന്ന് ലഭിക്കും. ഇപ്പോൾ വോയിസ് ടെസ്റ്റ് ഉണ്ട്, സൈക്കോളജിക്കൽ, മെന്റൽ എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു ജോലിക്ക് നമുക്ക് കൃത്യമായിട്ട് വേണ്ട മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളും, ഫിസിക്കൽ ഫിറ്റ്നസും ഡ്രഗ് ടെസ്റ്റും ഒക്കെ കൃത്യമായിട്ട് നടക്കും. കൃത്യമായിട്ട് ആരോഗ്യം കൊണ്ട് നടക്കുന്ന, ജീവിതത്തിൽ ഒരു വളരെ വലിയ ജോലി, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോലി ഡ്രീമായിട്ട് കൊണ്ട് നടക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ ജോലി നിങ്ങൾക്കുള്ളതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എയർ ട്രാഫിക് കൺട്രോളർ ജൂനിയർ എക്സിക്യൂട്ടീവ് എക്സാമിന്റെ കോഴ്സ് എൻട്രിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ത്രൂ ദ ആപ്പ് യു ക്യാൻ കോൺടാക്ട് ഡയറക്ട്ലി. എന്തൊക്കെയാണ് എൻട്രിയുടെ കോഴ്സിൽ എൻട്രി നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് വളരെ പെട്ടെന്ന് ഞാനൊന്ന് അവതരിപ്പിക്കാം. എൻട്രിയുടെ മറ്റ് ടെക്നിക്കൽ കോഴ്സുകളായാലും ജനറൽ PSC കോഴ്സുകളായാലും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊക്കെ പരിചിതമായിരിക്കും. വി ഹാവ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ. ATCയെ സംബന്ധിച്ച് കൃത്യമായിട്ട് പ്രീവിയസ് പരീക്ഷകളെ വിശദമായി പരിശോധിച്ച് തയ്യാറാക്കിയിരിക്കുന്ന സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ. ആ സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്ത് കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും സ്റ്റഡി പ്ലാനിൽ വീഡിയോ ക്ലാസ്സസ്, അലോങ് വിത്ത് ദം വി ഹാവ് PDF നോട്ട്സ്. ഓരോ ക്ലാസിന്റെയും നോട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. അതിന് പുറമെ ലൈവ് സെഷൻസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുന്നത്. ലൈവ് സെഷൻസ് നയിക്കാൻ ഞാനടക്കം ഒരുപാട്
അധ്യാപകർ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നേരിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വിൽ ബി ദർ. ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രിയുടെ പ്രത്യേകതയായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് മെന്റർഷിപ്പ്. എൻട്രി നിങ്ങൾക്ക് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മെന്റർ 24/7 നിങ്ങളുടെ സപ്പോർട്ടിനുണ്ടാവും. അത് ഈ സബ്ജക്ട് ബേസ് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മെന്റലി ഒന്ന് ഡൗൺ ആവുകയാണ്, പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നല്ല ആവേശമായിരിക്കും പലർക്കും, അത് കഴിഞ്ഞ് മെന്റലി നമ്മളൊന്ന് ഡൗൺ ആവുകയാണ്, നമ്മളൊന്ന് പുറകോട്ട് പോകുന്നു, ടൈം മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ യു വിൽ ബി ഹാവിങ് എ മെന്റർ അറ്റ് യുവർ കോൾ. അവിടെ നമുക്ക് ലൈവ് മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടാവും, പേഴ്സണൽ കൗൺസിലിംഗ് തരും. ഒരുപാട് മോഡൽ എക്സാംസിലൂടെ കടന്നുപോയാണ് നമ്മൾ പരീക്ഷ എഴുതുക. വി വിൽ ബി ഹാവിങ് വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഫോർ ATC. AI അസിസ്റ്റൻസ് ഉണ്ടാവും. എൻട്രിയുടെ AI അസിസ്റ്റൻസ് ഇവിടെ പ്രത്യേകം പരാമർശിക്കുന്നു, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എൻട്രിയുടെ യൂട്യൂബ് വീഡിയോസും റീൽസും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ഈ കോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട് AI ഉപയോഗിക്കുക എന്നുള്ളത് ഒരുപാട് ഉദാഹരണങ്ങളായിട്ട് എൻട്രിയുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാം ചാനലിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പഠനത്തിന് എങ്ങനെ AI ഉപയോഗിക്കാം, ഐൻസ്റ്റീനുമായിട്ടും ന്യൂട്ടനുമായിട്ടും ഒക്കെ സംസാരിക്കുന്ന വീഡിയോസും ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ആ രീതിയിലുള്ള AI അസിസ്റ്റൻസോട് കൂടിയ, പേഴ്സണൽ മെന്റർഷിപ്പോട് കൂടിയ, ലൈവ് ആൻഡ് മോട്ടിവേഷൻ സെഷൻസോട് കൂടിയ ഗ്രൂപ്പ്, സ്റ്റഡി കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളോട് കൂടിയ, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇന്റർവ്യൂ ട്രെയിനിങ്ങും നേരത്തെ പറഞ്ഞതുപോലെ സൈക്കോളജിക്കൽ ടെസ്റ്റിനും മറ്റുമൊക്കെയുള്ള ട്രെയിനിങ് എല്ലാം നൽകുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് എൻട്രി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഇത് ഒരുപാട് തവണ പരിശ്രമിച്ച്, ഒരുപാട് തവണ പരീക്ഷിച്ച് വിജയിച്ച മാർഗങ്ങളാണ്, ഒരുപാട് തവണ പരീക്ഷിച്ച് വിജയിച്ച കോഴ്സാണ്. എൻട്രിയെ സംബന്ധിച്ച് വളരെ വളരെ എക്സ്ക്ലൂസീവായ, വളരെ വളരെ പ്രധാനപ്പെട്ട പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോഴ്സാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ATC റിക്രൂട്ട്മെന്റിലേക്കുള്ള കോഴ്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ യു തിങ്കിങ് നൗ? ആർ യു റെഡി ടു ടേക്ക് ഓഫ്? പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, മാത്സും ഫിസിക്സും ഡിഗ്രിയുള്ള, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയുള്ള ആളുകളായിരിക്കും ഇഷ്ടം പോലെ ഉണ്ടാവുക. നിങ്ങൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വിമാനങ്ങളെ നിയന്ത്രിക്കുന്ന, പൈലറ്റിന് നിർദ്ദേശങ്ങൾ നൽകുന്ന വളരെ അടിപൊളി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോലിക്ക് റെഡിയാണോ? ആർ യു റെഡി ടു ടേക്ക് ഓഫ്? Along with Entry, we will be with you. Stay strong, stay focused, and this is your job. Thank you very much.